dear students. Today we are going to discuss about circular flow of income. Circular flow of income കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വരുമാനത്തിന്റെ ചാക്രിക പ്രവാഹം എന്താണ് അത് എന്നുള്ളതാണ്. അപ്പോൾ circular flow of income എന്ന് പറഞ്ഞാൽ it is a pictorial illustration of the interrelationship between അല്ലെങ്കിൽ interdependence between two sectors. സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ വിവിധ മേഖലകളുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ വിവിധ മേഖലകളെ കുറിച്ചിട്ട് മുമ്പ് പറഞ്ഞതാണ്. ഏതൊക്കെയായിരുന്നു മേഖലകൾ? ഫേംസ് അല്ലേ, ഹൗസ് ഹോൾഡ്സ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. ഇതിൽ നിന്ന് നമ്മൾ 2 സെക്ടർ മോഡലാണ് എടുക്കുന്നത്. 2 സെക്ടേഴ്സിനെയാണ് ഇവിടെ എടുക്കുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേംസും ഹൗസ് ഹോൾഡ് സെക്ടറും ഫേം സെക്ടറും എന്നിങ്ങനെയുള്ള 2 മേഖലകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഹൗസ് ഹോൾഡ് സെക്ടർ? ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ കുടുംബം അല്ലേ, കുടുംബങ്ങളാണ്. ഫേംസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സാണ്. ഇങ്ങനെയുള്ള 2 സെക്ടേഴ്സിൽ എങ്ങനെയാണ് പണവും അതുപോലെ തന്നെ ഗുഡ്സും സാധന സേവനങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നു എന്നുള്ളതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അല്ലേ. ഒരു സർക്കിൾ പോലെയാണെന്നാണ് പറയുന്നത്. ഒരു സർക്കിൾ പോലെയാണ് അത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ കുറച്ച് അസംഷൻസ് പറയുന്നത്. അസംഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സങ്കല്പങ്ങൾ, അതിന് ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. ദർ ആർ 2 സെക്ടേഴ്സ്, 2 സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിൽ ഏതൊക്കെയാണ്? ഒന്ന് കുടുംബം, ഒന്ന് ഉൽപാദക യൂണിറ്റുകളാണ്, ഫേംസ് ആണ് എന്ന് പറയുന്നു. പിന്നെ ഹൗസ് ഹോൾഡ് സപ്ലൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഹൗസ് ഹോൾഡാണ് എന്ത് സപ്ലൈ ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഹൗസ് ഹോൾഡ്സ് ആണ് എന്നാണ് പറയുന്നത്. ഹൗസ് ഹോൾഡ്സ് ആണ് അവിടെ സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് കൊടുക്കുന്നത്. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, ഇതൊക്കെ ആരാണ്? കുടുംബങ്ങളാണല്ലേ. ഒരു പക്ഷേ കുടുംബങ്ങൾ ഒരുപാട് ലാൻഡ് ഉള്ളവർ ലാൻഡ് റെൻ്റ് ചെയ്യും അല്ലേ. അപ്പം അങ്ങനെ. അല്ലെങ്കിലോ ലേബേഴ്സ്, അവരുടെ സേവനം, ലേബേഴ്സിനെ റെൻ്റ് ചെയ്യും. അല്ലെങ്കിൽ ക്യാപിറ്റൽ, മൂലധനം ഇറക്കും. അല്ലെങ്കിൽ അവരാണ് ഒരു ഓൺട്രപ്രണർ ആകുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസർ ആകുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അവരാണ് ഘടക സേവനങ്ങൾ എന്ന് പറയും. അത് പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ സപ്ലൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അതാരാണ് ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ്സ് ആണ് ചെയ്യുന്നത്. പിന്നെയോ പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡ്സ് പിന്നെ സ്പെൻഡ് ദെയർ ഇൻകം ഓൺ കൺസംഷൻ ഓൺലി. അവരൊന്നും സേവ് ചെയ്യുന്നില്ല. ആര്? നമ്മുടെ ഹൗസ് ഹോൾഡ്സ് ഒന്നും സേവ് ചെയ്യണില്ല. അവരുടെ കിട്ടിയ എല്ലാ വരുമാനം, ഘടക സേവനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റിവാർഡായിട്ട് കിട്ടുന്ന വരുമാനങ്ങളെല്ലാം തന്നെ അവർ സ്പെൻഡ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത കാര്യം പറയുന്നത് ഇക്കണോമി ഈസ് എ ക്ലോസ്ഡ് ഇക്കണോമിയാണ്. ക്ലോസ്ഡ് ഇക്കണോമി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ഇക്കണോമിക് റിലേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് യാതൊരുവിധ ട്രേഡ് റിലേഷനും ഇല്ലാത്ത ഇക്കണോമിനെയാണ് എന്ത് പറയുന്നത്? ക്ലോസ്ഡ് ഇക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലോസ്ഡ് ഇക്കണോമി എന്നത് പറയുന്നത് ഉള്ള ഒരു അസംഷനും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അസംഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ 2 സെക്ടർ മോഡലിലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് എ ഇൻ്റർറിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 സെക്ടേഴ്സ്. 2 സെക്ടേഴ്സും തമ്മിലുള്ള പരസ്പര ആശ്രയത്വം അല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ സർക്കുലർ ഫ്ലോ നോക്കാം. സർക്കുലർ ഫ്ലോയിൽ നോക്കിയേ, ഇവിടെ ഹൗസ് ഹോൾഡ് സെക്ടർ ഉണ്ട്, ഇവിടെയോ ഫേംസ് ഉണ്ട്. 2 സെക്ടേഴ്സ് ആണ്. ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ ആണ്. സെക്കൻഡ് സെക്ടർ എന്ന് പറയുന്നത് ഫേംസ് ആണ്. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യുന്നു? ഹൗസ് ഹോൾഡ് സെക്ടർ പ്രൊവൈഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കൊടുക്കുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് അല്ലേ. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അത് ആർക്കാണ് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ ഫേമിനല്ല, പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്, ഒരു ഫേമിന്, ഉൽപ്പാദകർക്കാണ് അവർ ഈ സേവനങ്ങളെല്ലാം കൊടുക്കുന്നത്. പണമായിട്ടാണോ? അല്ല, അവരുടെ ശരിക്കുള്ള സേവനമായിട്ട് തന്നെ കൊടുക്കുകയാണ് അല്ലേ. ഒന്നുകിൽ ഈ ഹൗസ് ഹോൾഡ് ലാൻഡ് കൊടുക്കും. ആർക്ക്? ഫേംസിന് കൊടുക്കും. ആരോ മാർക്ക് ശ്രദ്ധിക്കണം കേട്ടോ. ഫേംസിന് കൊടുക്കുന്നു. അല്ലെങ്കിൽ ലേബറിനെ സർവീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ സർവീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഫ്ലോ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി ഫേംസ്.
അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർക്ക്? ഫേംസിന് കൊടുത്തതിന് ഫേം എന്ത് ചെയ്യും? ഫേം അതിന് റിവാർഡ് നൽകും, ഫാക്ടറി റിവാർഡ് കൊടുക്കുന്നു അല്ലേ, ഫാക്ടറി ഇൻകം എന്നൊക്കെ പറയും. ഫാക്ടറി ഇൻകമായിട്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? റെന്റ്. റെന്റ് എന്തിനു കൊടുക്കുന്ന റിവാർഡാണ്? ലാൻഡിന് കൊടുക്കുന്ന റിവാർഡാണ് റെന്റ് എന്ന് പറയുന്നത്. അപ്പോഴോ ക്യാപിറ്റലോ? ക്യാപിറ്റലിന് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്, ലേബർക്ക് കൊടുക്കുന്ന റിവാർഡ് വേജാണ് അല്ലേ. ലേബർ അതായത് തൊഴിലാളിക്ക് എന്താ കിട്ടുക? കൂലിയാണ് ലഭിക്കുന്നത്. ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണർക്ക് എന്താണ് കിട്ടുന്നത്? പ്രോഫിറ്റ് ആണ് ലഭിക്കുന്നത് അല്ലേ. ഓർഗനൈസർക്ക് കിട്ടുന്നത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവർ ഘടക സേവനങ്ങൾ കൊടുത്തപ്പോൾ അതിന് പകരമായിട്ട് ഫേംസ് എന്ത് കൊടുത്തു? ഇൻകം കൊടുത്തു. അപ്പോൾ ഒരു ഫ്ലോ അങ്ങോട്ട് പോയപ്പോൾ ഫ്ലോ തിരിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തെ സർക്കുലർ ഫ്ലോ. രണ്ടാമത്തെ കേസിൽ നോക്കൂ. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു? ഫാക്ടറി ഇൻകം കിട്ടിയപ്പോൾ അതൊക്കെ ഇവരെന്താ ചെയ്തത്? ഇവർക്കൊക്കെ ഫാക്ടറി ഇൻകം കിട്ടിയില്ല. അങ്ങോട്ട് നോക്കൂ. ഫാക്ടറി ഇൻകം ഫേംസ് കൊടുത്തു, പണമായിട്ട് കൊടുത്തു. ആ പണം ഉപയോഗിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങി. ആര്? ഈ കുടുംബങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ഫാക്ടറി ഇൻകം ഉപയോഗിച്ചിട്ട് അവർ ഘടക എന്താ പറയുക എക്സ്പെൻഡിച്ചർ ചെയ്തു. അതെല്ലാം കൺസംഷന് വേണ്ടിയിട്ട് കൊടുത്തു. സാധനങ്ങളും സേവനങ്ങളും ഇവിടുന്ന് വാങ്ങിക്കുക പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന്. പ്രൊഡ്യൂസറാണ് ഇവർക്ക് എന്ത് കൊടുത്തത്? ഫാക്ടറി റിവാർഡ് കൊടുത്തത്. ആ ഫാക്ടറി റിവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ എന്ത് വാങ്ങിക്കാൻ കൊടുത്തു? സാധന സേവനങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർക്ക് പണമായിട്ട് നൽകി. അപ്പോൾ ഫേംസ് എന്ത് ചെയ്തു? ഫേംസ് സപ്ലൈ ഓഫ് ഗുഡ്സ്, സാധനങ്ങളൊക്കെ കൊടുത്തു. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ മോഡലിലെ സർക്കുലർ ഫ്ലോ. അതായത് 2 സെക്ടേഴ്സും തമ്മിലുള്ള പരസ്പര ആശ്രയത്വം നമുക്ക് കാണാം അല്ലേ. പണം ഇങ്ങനെ ഒഴുകുകയാണ്, സർക്കുലേറ്റ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ ഒരുപാട് പണം ഇങ്ങനെ ഉണ്ടാവുകയല്ല. പണം എന്താണ്? ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ കയ്യിലുണ്ടാകുന്ന പണമൊക്കെ അങ്ങനെയാണ്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകും അല്ലേ, അല്ലെങ്കിൽ കടക്കാർക്ക് കൊടുക്കുന്നു. ആ കടക്കാരൻ അതെന്ത് ചെയ്യുന്നു? വേറെ ആളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു. അവർ പ്രൊഡക്ഷൻ യൂണിറ്റ്സിന് കൊടുക്കുന്നു. പ്രൊഡക്ഷൻ യൂണിറ്റ്സ് വീണ്ടും തൊഴിലാളികളെ എന്ത് ചെയ്യും? ജോലിക്ക് നിർത്തുന്നു. തൊഴിലാളികൾ അതെന്ത് ചെയ്യും? അവർക്ക് വരുമാനം കൊടുക്കുന്നു. ആര്? ഫേംസ് കൊടുക്കുന്നു. ഇങ്ങനെ പണം ഇങ്ങനെ നമ്മുടെ ഇക്കണോമിയിൽ ഒഴുകുകയാണ് ചെയ്യുന്നത്. അല്ലാതെ പണം ഇങ്ങനെ ഉണ്ടാവുകയല്ല, പണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം, പണം ഇങ്ങനെ ഒഴുകുന്നത്. ഓക്കെ, ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ഫ്ലോ ഉണ്ട്. മണി ഫ്ലോയും ഉണ്ട്, റിയൽ ഫ്ലോയും ഉണ്ട്. ഏതാണ് ഇതിൽ മണി ഫ്ലോ? ഏതൊക്കെയായിരിക്കാം? മണി ഫ്ലോ എന്ന് പറഞ്ഞാൽ പണമായിട്ട് കൊടുക്കുന്ന ഫ്ലോ, അല്ലെങ്കിൽ പണമായിട്ട് കൊടുക്കുന്ന ഒഴുക്ക്. ഏതാണ്? ഇവിടെ നോക്ക്, ഫാക്ടർ ഇൻകം എന്ന് പറയുന്നത് പണമായിട്ട് കൊടുക്കുന്നതാണ് അല്ലേ. നമ്മൾ ഒരാൾക്ക് വേജ് കൊടുക്കുക പണമാണ്, റെൻറ്റ് കൊടുക്കുന്നത് പണമാണ്, പലിശ കൊടുക്കുന്നതും പണമാണ്. പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലൊക്കെ എന്താണ്? പണപരമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആ ഫ്ലോ എന്ന് പറയുന്നത് മണി ഫ്ലോക്ക് ഉദാഹരണമാണ്. ഇവിടെ മണി ഫ്ലോക്ക് ഉദാഹരണമാണ് ഫാക്ടർ ഇൻകം. പിന്നെ മണി ഫ്ലോ ഇവിടെ വരുന്നത് എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് കൊടുക്കുന്ന എക്സ്പെൻഡിച്ചർ, നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പണം. സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പണം എന്താണ്? ഈ പറഞ്ഞ പോലെ മണി പേയ്മെൻറ്റ്സ് ആണ്. മണി പേയ്മെൻറ്റ്സ് ആണ് അല്ലേ, പണമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതും മണി ഫ്ലോയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ 2 എണ്ണം എന്ന് പറയുന്നത് മണി ഫ്ലോയാണ് അല്ലേ. എന്നാൽ റിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളായിട്ടോ സേവനങ്ങളായിട്ടോ കൊടുക്കുന്ന ഫ്ലോകളെയാണ് നമ്മൾ റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ സേവനങ്ങൾ അല്ലേ, സാധനങ്ങളായിട്ട് ലാൻഡ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ലേബറിൻ്റെ സർവീസ് കൊടുക്കുന്നത്, ഇതൊക്കെ പണമായിട്ടാണോ? അല്ല, ഭൗതിക സാധനങ്ങളായിട്ടാണ് അല്ലേ, അല്ലെങ്കിൽ സേവനങ്ങളായിട്ട് കൊടുക്കുന്നതിനെ നമുക്ക് റിയൽ ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കൊടുക്കുന്ന സപ്ലൈ ഓഫ് ഗുഡ്സ്, സാധനങ്ങളാണ് അവരവിടെ പ്രദാനം ചെയ്യുന്നത്. സാധനങ്ങൾ കൊടുക്കുകയാണ് എങ്കിലും അത് റിയൽ ഫ്ലോയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ റിയൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്.
റിയൽ ഫ്ലോയും മണി ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. മണി ഫ്ലോ എന്ന് പറഞ്ഞാൽ പണപരമായിട്ടുള്ള ഒഴുക്കിന് നമുക്ക് മണി ഫ്ലോ എന്ന് പറയാം. അല്ലാതെ സാധനങ്ങളായിട്ടോ സേവനങ്ങളായിട്ടോ ഉള്ള ഒഴുക്കിന് നമുക്ക് എന്തെന്ന് പറയാം? റിയൽ ഫ്ലോ എന്നും പറയാം. സർക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് സെക്ടേഴ്സ് തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഇറ്റ് ഇസ് സെക്ടർ പിക്ചറൽ ഇല്ലസ്ട്രേഷൻ ഓഫ് ദി ടു സെക്ടേഴ്സ്, രണ്ട് സെക്ടേഴ്സ് തമ്മിലുള്ള ഒരു ചിത്രരൂപത്തെയാണ് ഫ്ലോ, അല്ലെങ്കിൽ അവർ രണ്ടുമുള്ള പരസ്പര ആശ്രയത്വത്തിൻ്റെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം ഒരു ചിത്രരൂപത്തിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് നാഷണൽ ഇൻകം സ്റ്റാർട്ട് ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അതെന്തായാലും വാച്ച് ചെയ്യണം. ഓക്കെ, താങ്ക് യു.